ശുശ്രൂഷയിലായിരിക്കുന്നവരുടെ മേൽ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പകരാൻ പോകുക. ആമീൻ. അത്ഭുതത്തിന്റെ വിടുതൽ ഇന്ന് രാത്രി കർത്താവ് നിങ്ങളുടെ മേൽ അയക്കാൻ പോകുക. ഒരു പിശാചിനും അടയ്ക്കുവാൻ കഴിയാത്ത, ഒരു അന്ധകാര ശക്തികൾക്കും ഉടയ്ക്കുവാൻ കഴിയാത്ത അവനൊരു വഴി തുറന്നാൽ ആരും അത് അടയ്ക്കുന്നില്ല. അവനൊരു വഴി അടച്ചാൽ ആരും തുറക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പരാജയം കാണുവാൻ ആഗ്രഹിച്ചവരുടെ മുമ്പിൽ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ജയം തരുവാൻ പോകുന്നു. ചേർന്ന് ആമീൻ പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ വേണമായിരിക്കാൻ. ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി. ഇന്ന് രാത്രി നമ്മുടെ മീറ്റിംഗ് ഇവിടെ ആരംഭിക്കുക. അടുത്ത ദിവസങ്ങളെല്ലാം നമുക്ക് ശുശ്രൂഷകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പാസ്റ്റർ ടിനു ജോർജ് അല്ല മാത്രമല്ല ഇവിടെ ശുശ്രൂഷിക്കാൻ പോകുന്നത്. അടുത്ത സെക്ഷനുകളിൽ, അടുത്ത മീറ്റിങ്ങുകളിൽ നമ്മൾ ചേർന്ന ഈ ദേശത്തിന് വേണ്ടി വിടുതലിനായി പ്രാർത്ഥിക്കാൻ പോകുന്നത്. എത്ര പേർ ചേർന്ന് കർത്താവിനെ സ്തുതിക്കാനുണ്ട്? പ്രൈസ് ദി ലോർഡ്. ചിലരോട് ചോദിക്കാറുണ്ട്, ബ്രദർ പ്രാർത്ഥിച്ചാലേ സൗഖ്യം നടക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ സൗഖ്യം നടക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചാലേ സൗഖ്യം നടക്കും. ഞാൻ സ്വിച്ച് ഇട്ടാൽ ഫാൻ കറങ്ങുമെങ്കിൽ നിങ്ങൾ സ്വിച്ച് ഇട്ടാലും ഫാൻ കറങ്ങും. ആരും ആമീൻ പറഞ്ഞില്ല. സ്വിച്ചിന്റെ ഗുണമല്ല, ഫാനിന്റെ ഗുണമല്ല, അതിനകത്ത് വൈദ്യുതി എന്നൊരു ശക്തിയുണ്ട്, അതിന്റെ പവറാ. എത്ര പേർക്ക് അത് മനസ്സിലായി? ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിക്കുന്ന സകലരും അനുഗ്രഹിക്കപ്പെടും. ഓ, കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. യേശുവിൽ ആശ്രയിക്കുന്ന സകല സഭകളും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ ഒരു പ്രത്യേക സഭയ്ക്ക് വേണ്ടി അല്ല ഞാൻ നിൽക്കുന്നേ. ഈ UAയിലുള്ള സകല സഭകളും അനുഗ്രഹിക്കപ്പെടും. സകല ദൈവദാസന്മാരും അനുഗ്രഹിക്കപ്പെടും. സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. വിശ്വസിക്കുന്നവർ മാത്രം കരമൊന്നടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഓ, ഇന്ന് രാത്രി നമുക്ക് ഉയർത്താനുള്ളത് യേശുവിന്റെ നാമം മാത്രമാ. നമുക്ക് വിളിച്ചു പറയാനുള്ളത് യേശുവിന്റെ നാമം മാത്രമാ. എത്ര പേർ വിശ്വസിക്കുന്നു? ഷാർജ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാരാരും പ്രാസംഗികരായിരുന്നില്ല. നമ്മൾ പറയാറുണ്ട് നല്ലൊരു പ്രാസംഗികൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ടെന്ന്. അപ്പോസ്തലന്മാരാരും പ്രാസംഗികരല്ലായിരുന്നു. അവരെല്ലാം കർത്താവിന്റെ സാക്ഷികളായിരുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? അവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ സാക്ഷികളായിരുന്നു. ഇന്ന് രാത്രിയിലും യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഓ, യേശു ജനിച്ചതുപോലെ ഈ ഭൂമിയിൽ ആരും ജനിച്ചിട്ടില്ല. യേശു ജീവിച്ചതുപോലെ ഈ ഭൂമിയിൽ ആരും ജീവിച്ചിട്ടില്ല. യേശു മരിച്ചതുപോലെ ദാരുണമായൊരു മരണം ഈ ഭൂമിയിൽ ആരും ഏറ്റെടുത്തിട്ടില്ല. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ ഭൂമിയിൽ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഞാൻ പോയതുപോലെ മടങ്ങി വരുമെന്ന് ഒരു ദേവന്മാരും പറഞ്ഞിട്ടില്ല. ഇന്ന് രാത്രിയിൽ യേശുവിനെ പോലെ ആരുമില്ല. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആ കർത്താവിന്റെ വചനം കേൾക്കാൻ വന്ന സകലരും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയാറുണ്ട് വിമർശിക്കാൻ വന്നവൻ വെറുതെ പോകുമെന്ന്. സ്തോത്രം. ഇന്ന് രാത്രി വിമർശിക്കാൻ വന്നവനെയും യേശു തൊടും. എത്ര പേർ ആമീൻ പറയാനുണ്ട്? കാണാൻ വന്നവരെയും കർത്താവ് ഇന്ന് അനുഗ്രഹിക്കും. ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തിയെ പോലും അനുഗ്രഹിക്കാതെ കർത്താവ് വിടുകയില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി വല്ലാത്ത പ്രതിസന്ധിയിലാ ഇന്ന് രാത്രി കിടക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു, ഈ ദേശത്തുള്ളവരുടെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കാൻ പോകുക. ഓ, വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ച് ആമീൻ പറഞ്ഞാട്ടെ കർത്താവിനോട്. തലമുറകളെ കർത്താവ് മാനിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ കരം ഇന്ന് രാത്രി ഇതിന്റെ മധ്യേ കൊണ്ട്. ഓ, ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രിയപ്പെട്ടവരെ, യേശുവിലായിരിക്കുന്നവരുടെ ഉള്ളിൽ ഒരു വലിയ സന്തോഷമുണ്ട്. ഓ, ഇന്ന് രാത്രി ഞാൻ ഈ ഷാർജ വർഷിപ്പ് സെന്ററിൽ നിൽക്കുമ്പോൾ ഒരു കൺവെൻഷൻ പ്രാസംഗികനായി നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ആമീൻ. എൻ്റെ സഭയിൽ ഞാൻ നിൽക്കുന്നത് പോലെ, ജനത്തിന്റെ നടുവിൽ അപ്പോസ്തലന്മാർ നിന്നതുപോലെ നിൽക്കാൻ എനിക്ക് ആഗ്രഹം. ഞാനൊരു വലിയ പ്രാസംഗികൻ, നിങ്ങളൊരു കേൾവിക്കാർ എന്ന നിലയിലല്ല ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കും. നമ്മൾ ഒന്നിച്ച ശുശ്രൂഷിക്കാൻ പോകുന്നേ. ഒന്ന് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? നമ്മൾ ഒന്നിച്ച ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നേ. എന്നെ വിളിച്ച കർത്താവ് തന്നെയാണ് നിങ്ങളെ വിളിച്ചത്. എന്നെ വിമോചിപ്പിച്ച രക്തം തന്നെയാണ് നിങ്ങളെ വിമോചിപ്പിച്ചത്. എന്നെ വീണ്ടെടുത്തവൻ തന്നെയാണ് നിങ്ങളെ വീണ്ടെടുത്തത്. പക്ഷെ ഇന്ന് രാത്രി നിങ്ങളിൽ ഒരു വലിയ സന്തോഷം ഉണ്ടാകണം. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബൈബിൾ പറയുന്നത് അവൻ സർവ്വലോകത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം എന്ന. ചേർന്ന് പറഞ്ഞേ, മഹാസന്തോഷം. മഹാസന്തോഷം. കുറച്ചു പേർക്ക് ആ സന്തോഷമുള്ളൂ. എല്ലാവരോടും പറഞ്ഞേ, മഹാസന്തോഷം. എന്നാ ദൂതൻ യേശുവിനെ കുറിച്ച് പറഞ്ഞത്? സർവ്വലോകത്തിനും ഉണ്ടാകാൻ പോകുന്ന മഹാസന്തോഷം. പ്രൈസ് ദി ലോർഡ്.
അങ്ങനെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശുവിലായിരിക്കുന്നവരിൽ മഹാസന്തോഷമുണ്ട്. അവർക്ക് ദുഃഖിക്കാൻ ഒന്നുമില്ല, അവർക്ക് ഭാരപ്പെടാൻ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദുഃഖിപ്പിക്കാൻ, ഭാരപ്പെടുത്താൻ പിശാച് എന്തേലും ഇട്ടിട്ടുണ്ടെങ്കിലും ഈ രാത്രി ജയത്തിന്റെ രാത്രിയായിരിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ഇതിന്റെ നടുവിൽ വിടുതലായിട്ട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ചതും മനുഷ്യൻ കൈവിട്ടതും, ജോലി നഷ്ടപ്പെട്ടവരും, ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്തവരും, സമാധാനമില്ലാത്തവരെ, കടഭാരം അനുഭവിക്കുന്നവരും, ആ കടത്തിന്റെ ഭാരത്തിൽ ഇന്ന് രാത്രി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരും ഇതിന്റെ മധ്യേ ഇരിക്കുമ്പോൾ ഇതാ സർവ്വ ലോകത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം ഷാർജയിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ആ കർത്താവിനെ സ്തോത്രം ചെയ്തേ. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ മധ്യേ ഞാൻ ഉണ്ടെന്നരുളി ചെയ്തവൻ, അവൻ മഹാസന്തോഷമാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗത്തെ നമുക്ക് വായിക്കാം. The Gospel of John chapter 15 verses 9, 10 and 11. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 9, 10, 11 വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ വായിക്കുന്നത് നന്നായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ. യെസ്. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. 2 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. 2, abide in my love. എന്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കണം. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, പിതാവായ ദൈവം പുത്രനായ യേശുവിനെ സ്നേഹിച്ചതുപോലെ പുത്രനായ യേശു ഇന്ന് രാത്രിയിൽ നമ്മെ സ്നേഹിക്കുന്നു. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അടുത്തിരിക്കുന്ന കരങ്ങൾ കൊടുത്ത് പറയുക, യേശു താങ്കളെ സ്നേഹിക്കുന്നു. എത്ര പേരത് പറയുന്നു എന്നും കൂടെ എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് കണ്ടാൽ കൊള്ളാം. അത് പറയണമെങ്കിൽ ആ സ്നേഹം അനുഭവിക്കുന്നവരായിരിക്കണം. അല്ലാത്തവർക്കും പറയാം. അവർ പറയുമ്പോൾ തന്നെ ആ സ്നേഹം അവരിൽ നിറയുവാനിട വരും. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് ചിരിച്ചുകൊണ്ട് പറയുക, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, ഒന്നും നഷ്ടപ്പെടാനില്ല. അടുത്തിരിക്കുന്ന ആൾ നമ്മുടെ സഹോദരനാ, സഹോദരിയാ. അങ്ങനെങ്കിൽ കരങ്ങൾ കൊടുത്ത് പറഞ്ഞ്, കർത്താവ് താങ്കളെ സ്നേഹിക്കുന്നു. യേശു പറയുന്നു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കണം. അങ്ങനെ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിച്ചാൽ ഈ 2 കാര്യങ്ങൾ നടന്നാൽ, 1, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിച്ചാൽ അടുത്ത 2 കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിക്കുന്നു. 1, നിങ്ങളുടെ സന്തോഷം നിലനിൽക്കും. 2, ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് രാത്രിയിൽ ഷാർജയിൽ ഇരിക്കുന്ന എത്ര ദൈവമക്കൾക്ക് പറയാൻ കഴിയും, ഞാനിവിടെ ആയിരിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്താലാണ്. അവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഞാൻ ഇവിടെ ഇരിക്കുന്നത് യേശുവിൻ്റെ സ്നേഹത്താലാണ്. ഹല്ലേലൂയ. 1, യേശു പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ജീവിതത്തിന്റെ യാത്രയിൽ ഭാരങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിന്റെ തകർച്ചകളും ഏറ്റെടുത്ത് ഭാരത്തോടെ ഇന്ന് രാത്രിയിൽ വന്നിരിക്കുന്നവരെ നോക്കി സർവശക്തനായ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചത് തൻ്റെ പുത്രനെ നൽകിയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ വാക്ക് ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നശിച്ചു പോകാതിരിക്കാൻ അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് പറയാമോ, യേശുവിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകത്തില്ല. ഇന്ന് രാത്രി ഞങ്ങൾക്കത് ഉറക്കെ പറയാൻ കഴിയും. യേശുവിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകത്തില്ല. ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ.
യേശുവിൽ വിശ്വസിക്കുന്ന ഒരു കുഞ്ഞു പോലും നശിച്ചു പോകത്തില്ല. നിങ്ങളെ നശിപ്പിക്കാനായി പിശാച് ശ്രമിച്ചാലും അത് നിങ്ങൾക്ക് ജയമാക്കി തരുവാൻ കർത്താവ് സർവശക്തനാണ്. ഓ ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നശിക്കാൻ ഇടയാകത്തില്ല. ഈ ഷാർജയിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണോ, ഒരു ആത്മഹത്യയുടെ വക്കിലാണോ ചിലർ എന്നെ കേൾക്കുന്നത്? സാഹചര്യങ്ങൾ നിമിത്തം, കുടുംബജീവിതം പരാജയപ്പെട്ട നിമിത്തം, ജോലി പരാജയപ്പെട്ട നിമിത്തം, തൊട്ടടുത്തെല്ലാം പ്രതികൂലമാ ബ്രദറെ എന്ന ക്രമത്തിൽ നിങ്ങൾ എന്നെ കേൾക്കുകയാണോ? ഓ, ആ പരാജയപ്പെട്ടെടുത്ത് ഇന്ന് രാത്രി നിങ്ങൾക്ക് ജയം തരാൻ യേശു മതിയായവനാ. വിശ്വസിക്കുന്നവർ മാത്രമേ കർത്താവിനെ സ്തുതിക്കാമോ? ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത അത്ഭുതത്തിന്റെ വഴികൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ അവൻ സർവശക്തനായവനാ. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കാമോ? യേശുവിൽ വിശ്വസിക്കുന്ന ഒരു കുഞ്ഞുങ്ങളും നശിച്ചു പോകത്തില്ല. കാരണം കർത്താവ് പറയുകയാണ്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. വഴിയാത്രയിൽ നിങ്ങൾ പട്ടുപോകാതിരിക്കുന്നത്, ജീവിതത്തിൽ തകർന്നു പോകാതിരിക്കുന്നത് ഒന്നുകൊണ്ട് മാത്രമാ. ഇന്ന് രാത്രി യേശു നമ്മളെ സ്നേഹിക്കുന്നു. ഓ ഹല്ലേലൂയ. ചില പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ചിന്തിക്കുന്നു, ഈ സ്നേഹം എന്റെ കുഞ്ഞുങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഈ സ്നേഹം എന്റെ കുടുംബത്തിലുള്ളവർ അറിഞ്ഞിരുന്നെങ്കിൽ, ഈ സ്നേഹം എന്റെ ദേശത്തിലുള്ളവർ അറിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ പരിശുദ്ധാത്മാ പറയുന്നു, ഈ സ്നേഹം നിന്നിലൂടെ ലോകം മുഴുവൻ അറിയിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാത്രി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതെ, യേശു നമ്മെ സ്നേഹിക്കുന്നു. കർത്താവ് നമ്മെ എങ്ങനെ സ്നേഹിക്കുന്നു? ഒന്നാമതായി എന്റെ പാപത്തെ അവൻ ക്ഷമിച്ചതാണ് ഏറ്റവും വലിയ സ്നേഹം. ചേർന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. റോമർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു, but God demonstrates his own love towards us in that while we were sinners Christ died for us. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ. ആ വാക്യം എടുത്തെങ്കിൽ വായിക്കും നല്ലതാ. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. But God demonstrates his own love towards. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ തന്റെ സ്നേഹത്തെ അവൻ ക്രൂശിൽ പ്രദർശിപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, കാൽവറി ക്രൂശിലേക്ക് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തി നോക്കിയാൽ അവിടെ കാണുവാൻ കഴിയുന്നത് കർത്താവ് നിങ്ങളെ സ്നേഹിച്ച സ്നേഹമാണ്. ബൈബിൾ പറയുന്നു, കർത്താവ് ആ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ആ സ്നേഹത്തെ കർത്താവ് പുറത്ത് കാണിച്ചു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക, സ്നേഹം അകത്തു വയ്ക്കാനുള്ളതല്ല, സ്നേഹം പ്രദർശിപ്പിക്കാനുള്ളതാ. ഇന്ന് രാത്രി ഇത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സ്നേഹത്തെ കർത്താവ് ക്രൂശിൽ പ്രദർശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിരുന്നു. എന്നാൽ യേശുവിന്റെ കൃപയാൽ, ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ഞാനും നിങ്ങളും നീതീകരിക്കപ്പെട്ടു. ആമീൻ. ഇന്ന് രാത്രി ജീവിതം നോക്കിയാൽ, അനുഭവം നോക്കിയാൽ, അവസ്ഥ നോക്കിയാൽ ഞാനൊരു ദൈവ പൈതലായിരിക്കുവാൻ ഒരു യോഗ്യതയും എന്നിലില്ല. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞത്, കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവായ ദൈവം എത്ര വലിയ സ്നേഹമാണ് നമ്മളോട് കാണിച്ചത്. ഇന്ന് രാത്രി ആ സ്നേഹം അനുഭവിക്കുന്നവർ മാത്രം ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു, യേശു ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു. കാൽവറി ക്രൂശിൽ കർത്താവ് രക്തം ഒഴുക്കിയത് ഈ യുഎയും കൂടെ ഓർത്തോണ്ട. എത്ര പേർക്ക് അത് മനസ്സിലാകുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ രാജ്യത്തിലെ ഓരോ വ്യക്തികളെയും വിമോചിപ്പിക്കാൻ വേണ്ടിയാ യേശു ക്രൂശിൽ രക്തമൊഴുക്കിയത്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രിയിൽ അവന്റെ രക്തത്താൽ നിനക്ക് പാപ വിമോചനമുണ്ട്, അവന്റെ രക്തത്താൽ നിനക്ക് നീതീകരണമുണ്ട്, അവന്റെ രക്തത്താൽ നിനക്ക് നിത്യമായ രക്ഷയുണ്ട്. യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രിയിൽ നിനക്ക് സൗഖ്യമുണ്ട്. യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്. കരങ്ങൾ ഉയർത്തി ഈ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആ സ്നേഹം കർത്താവ് ക്രൂശിൽ പ്രദർശിപ്പിച്ചു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ന്യായം വിധിക്കാനായി നിൽക്കുന്ന ഒരു യേശുവിനെ അല്ല ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നേ. നിങ്ങളുടെ മതമേതാ, സഭ ഏതാന്ന് ചോദിച്ച് നിങ്ങളെ മുറിവേൽപ്പിക്കാൻ നിൽക്കുന്ന ഒരു യേശുവിനെ അല്ല ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉയർത്തുന്നേ.
നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന, അവസാന തുള്ളി രക്തം വരെയും നിങ്ങൾക്ക് വേണ്ടി തന്ന യേശുവിനെയായി ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുന്നേ. ഒരു മനുഷ്യനും ഇന്ന് രാത്രി നിങ്ങളെ സ്നേഹിക്കാനില്ലാതിരിക്കുമ്പോൾ, ഈ ലോകത്തിന്റെ സ്നേഹങ്ങളെല്ലാം നിങ്ങൾ അന്യപ്പെടുമ്പോൾ, ഇന്ന് രാത്രിയിൽ എത്ര തന്നാലും തീരാത്ത ഒരു ഉറവയുണ്ട്, സ്നേഹത്തിന്റെ ഒരു ഉറവ. ആ ഉറവയുടെ അരികിൽ ഇന്ന് രാത്രി വരുന്നവർ ആ സ്നേഹത്തിന്റെ ആഴക്കടലിൽ ഇറങ്ങും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഏതു സമയത്തും കൃപ ലഭിക്കേണ്ടതിന് കൃപാസനത്തിന്റെ അരികിലേക്ക് നമുക്ക് വരാൻ കഴിയും. ഇന്ന് രാത്രി ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് ആരുടെയും സ്തോത്രം ഒരാവശ്യവുമില്ല. മറ്റൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല, ഒരു മനുഷ്യന്റെ ആവശ്യമില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുന്നു. കരമൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരുന്ന് കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ ഈ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് യേശുവേ എന്ന് വായ്കൾ തുറന്നൊന്ന് വിളിക്കുമെങ്കിൽ ആ കർത്താവിന്റെ സ്നേഹം ഇന്ന് രാത്രി നിങ്ങളെ നിറയ്ക്കും. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഇന്ന് രാത്രി കർത്താവ് അകത്തു വരും. എന്തിനാ അവൻ അകത്തു വരുന്നത്? നിന്നെ ന്യായം വിധിക്കാനല്ല, നിന്നെ കുറ്റപ്പെടുത്താനല്ല, നിന്നോട് കൂടെ അത്താഴം കഴിക്കാൻ. കരമൊന്നടിച്ച് ഇന്ന് രാത്രി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ആ അളവില്ലാത്ത സ്നേഹം പരിശുദ്ധാത്മാവ് ഇതിന്റെ നടുവിൽ ഇന്ന് രാത്രി പകർന്നുകൊണ്ടിരിക്കുക. ആരൊക്കെയോ പറയുന്നു എന്നെ എല്ലാവരും സ്നേഹിക്കുന്നെന്ന് പറയുന്നെങ്കിലും ആ സ്നേഹത്തിന് ആഴമില്ല. ആരൊക്കെയോ പറയുന്നു എന്നെ സ്നേഹിച്ചവർ എന്നെ തള്ളിക്കളഞ്ഞു, എന്നെ സ്നേഹിച്ചവരുടെ സ്നേഹം കുറഞ്ഞുപോയി, ഭാര്യയുടെ സ്നേഹം കുറഞ്ഞുപോയി, ഭർത്താവിന്റെ സ്നേഹം കുറഞ്ഞുപോയി, പാസ്റ്റർ സ്നേഹം കുറഞ്ഞുപോയി, മനുഷ്യന്റെ സ്നേഹം കുറഞ്ഞുപോയി. ഇന്ന് രാത്രി എത്ര തന്നാലും കുറയാത്തൊരു സ്നേഹം യേശുവിലുണ്ട്. ആ സ്നേഹം അനുഭവിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തി ആ കർത്താവിന് ഒരു ഹല്ലേലൂയ പറ. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ സ്നേഹം ഞാനും നിങ്ങളും അനുഭവിച്ചത് കർത്താവിന്റെ കൃപയാലാണ്. എന്താ കൃപ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയാറുണ്ട് ഗ്രേസ്, കൃപ. എന്നാ കൃപ എന്ന് പറഞ്ഞാൽ? കൃപ എന്ന മലയാളം വാക്ക് പലരും പറയുമ്പോൾ കൃപ എന്ന് പറഞ്ഞ് തീരാറുണ്ട്. പക്ഷെ കൃപ എന്ന വാക്കിന്റെ അർത്ഥം അയോഗ്യമായ ആനുകൂല്യങ്ങൾ അളവില്ലാതെ തന്നതാണ് കൃപ. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങളുടെ പ്രവർത്തികൾ കാരണമല്ല. ഇന്ന് രാത്രി നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, നിങ്ങൾ ദൈവസന്നിധിയിൽ വന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. എൻ്റെ യോഗ്യത നോക്കിയാൽ, എൻ്റെ സ്വഭാവം നോക്കിയാൽ, എൻ്റെ ജീവിതാനുഭവം നോക്കിയാൽ ഒരു ദൈവ പൈതലായിരിക്കാൻ ഒരു യോഗ്യതയും എന്നിലില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ അത് ചെയ്താൽ, ഇങ്ങനെ ചെയ്താൽ, അങ്ങനെ ചെയ്താൽ നിങ്ങൾ എൻ്റെ മക്കളാകുമെന്ന് പറയുന്നവനല്ല കർത്താവ്. ഇന്ന് രാത്രി അവൻ നിങ്ങളുടെ അരികിൽ വന്ന് ആ ഇളയ മകൻ മടങ്ങി വന്നപ്പോൾ മാറോട് അണച്ചതുപോലെ, ഹല്ലേലൂയ, ഇന്ന് രാത്രി കർത്താവ് നിങ്ങളുടെ കുറവുകളെ ചോദിക്കാതെ, പാപങ്ങളെ ചോദിക്കാതെ യേശുവിന്റെ അടുക്കൽ വരുന്ന സകലരെയും വിടുവിപ്പാൻ യേശു മതിയായവന്. കരങ്ങളൊന്ന് ഉയർത്തി ആ കർത്താവിന് സ്തോത്രം ചെയ്യാം. യോഹന്നാൻ 6:37 യേശു പറയുന്നു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. യെശയ്യാ 54:10 പറയുന്നു, ആമേൻ, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ദയ നിങ്ങളോട് ദീർഘമായിരിക്കുന്നു. ഹല്ലേലൂയ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിങ്ങളെ വിട്ടുമാറത്തില്ല. എൻ്റെ സമാധാന ഉടമ്പടി നിങ്ങൾ നീങ്ങിപ്പോകത്തില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ശക്തമായി ചില കുടുംബങ്ങളോട് പറയുന്നു, അകത്ത് ശൂന്യതകൾ അനുഭവിക്കുന്നവർ, കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്തവർ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഐക്യതയില്ലാത്തവർ, സന്തോഷം പുറമെ അഭിനയിക്കുന്നവർ, സമാധാനം പുറമെ കാണിക്കുന്നവർ, എന്നാൽ ഉള്ളറകളിൽ നീറിപ്പുകയുന്നവർ, ഒറ്റപ്പെടുന്നവർ ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, നിങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന, നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന, നിങ്ങളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്കെല്ലാം നൽകി തരുന്ന ഒരു സ്നേഹം, അതത്ര യേശുവിന്റെ സ്നേഹം. കരമൊന്ന് ഉയർത്തി ആ കർത്താവിന് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അയോഗ്യമായ ആനുകൂല്യങ്ങൾ അളവില്ലാതെ എനിക്ക് തന്ന സ്നേഹം ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഒരു പാപിയായ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്ന് കണ്ണുനീർ കൊണ്ട് കാൽ കഴുകി തലമുടി കൊണ്ട് തുടയ്ക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന മുഴുവൻ ആൾക്കാരും ചോദിച്ചു,
ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ ഇവൾ എങ്ങനെയുള്ളവൾ എന്ന് അവൻ അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിയാണെന്ന് അവൻ അറിയുമായിരുന്നു. ആമീൻ. എന്നാൽ ആ സ്ത്രീ കണ്ണുനീർ കൊണ്ട് കാൽ കഴുകി തലമുടി കൊണ്ട് തുടച്ചപ്പോൾ യേശു പറയുന്നു, ശിമോനെ, നിന്റെ വീട്ടിൽ ഞാൻ വന്നു, നീ എൻ്റെ കാൽ കഴുകിയില്ല, നീ എനിക്ക് കഴുകാൻ വെള്ളം തന്നില്ല. എന്നാൽ ഇവളോ ആമീൻ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ കഴുകി തലമുടി കൊണ്ട് അത് തുടച്ചു. ഇവളുടെ അനേകമായ പാപങ്ങളെ ഞാൻ മോചിച്ചിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കും. കരമൊന്ന് ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കും. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമല്ലേ? ഈ അനുഭവിക്കുന്ന നന്മ ദൈവത്തിന്റെ സ്നേഹമല്ലേ? ദൈവം നിങ്ങൾക്ക് തന്ന തലമുറ ദൈവത്തിന്റെ സ്നേഹമല്ലേ? നിങ്ങൾ അനുഭവിക്കുന്ന സ്വസ്ഥത ദൈവത്തിന്റെ സ്നേഹമല്ലേ? നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനം ദൈവത്തിന്റെ സ്നേഹമല്ലേ? എത്ര പേരൊന്ന് കരങ്ങളൊന്ന് ഉയർത്തി ആ കർത്താവിന് ഒന്ന് നന്ദി പറയാനുണ്ട്. ഹല്ലേലൂയ. അയോഗ്യമായ ആനുകൂല്യങ്ങൾ എന്റെ ജീവിതത്തിൽ അളവില്ലാതെ തന്ന കർത്താവിന്റെ കൃപ. കരുണ എന്താണ്? എനിക്ക് കിട്ടാനിരുന്ന ശിക്ഷയിൽ നിന്നും എന്നെ രക്ഷിച്ച കരുണ. തകർന്നു പോകേണ്ട സ്ഥാനത്ത് കർത്താവ് എന്നോട് കരുണ കാണിച്ചു. ആ കരുണയാലാണ് ഇന്ന് രാത്രി ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. അന്ധനായിരുന്ന തിമായിയുടെ മകനായ ബർത്തിമായി യെരിഹോവിൽ ഇരുന്ന് നിലവിളിച്ചു, ദാവീദ് പുത്രാ യേശുവേ, എന്നോട് കരുണ തോന്നണമേ. പ്രിയപ്പെട്ടവരെ, ആ വാക്കിന്റെ മുൻപിൽ യേശു അവന്റെ കണ്ണുകളെ തൊട്ട് സൗഖ്യമാക്കി. നോക്ക്, യേശു സൗഖ്യമാക്കിയവരാരും മാനസാന്തരപ്പെട്ടവരായിരുന്നില്ല. യേശു സൗഖ്യമാക്കിയവരാരും സ്നാനപ്പെട്ടവരായിരുന്നില്ല. യേശു സൗഖ്യമാക്കിയവരാരും ഏതെങ്കിലും ചർച്ചയിൽ പോകുന്നവരായിരുന്നില്ല. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കുക, ദൈവത്തിന്റെ കരുണയാൽ അത്രേ സൗഖ്യമാകുന്നത്. കരമൊന്ന് അടിച്ച് വായ്കൾ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ദൈവത്തിന്റെ കരുണയാൽ അത്രേ വിടുതൽ പ്രാപിക്കുന്നത്. ദൈവത്തിന്റെ കരുണയാൽ അത്രേ അത്ഭുതം പ്രാപിക്കുന്നത്. ഓ, അവന്റെ കരുണയ്ക്കായി ഒന്ന് കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അവന്റെ കൃപയ്ക്കായി ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. എനിക്ക് കിട്ടാനിരുന്ന ശിക്ഷയിൽ നിന്നും എന്നെ രക്ഷിച്ചതാണ് കരുണ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ ആത്മാവ് നിത്യ നരകത്തിൽ നിബന്ധിക്കേണ്ട സ്ഥാനത്ത് കാൽവറി ക്രൂശിൽ കർത്താവിനോട് കരുണ കാണിച്ചു. ആ കരുണയാല ഇന്ന് രാത്രി നാം നിത്യജീവൻ അവകാശികളായത്. ചേർന്ന് കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, പഞ്ഞി പോലെ വെണ്മയുള്ളതാകും. മീഖാ പ്രവചനം 7-ാം അധ്യായം 18-19 വാക്യങ്ങൾ പറയുന്നു, അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിന്റെ ശേഷിപ്പ് ഉള്ളവരുടെ അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ പാപങ്ങളെ ഓർത്തിരുന്നെങ്കിൽ, ദൈവം നിങ്ങളുടെ കുറവുകളെ കണക്കിട്ടിരുന്നെങ്കിൽ, സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു, അകൃത്യങ്ങളെ ഓർത്താൽ ആർ അവന്റെ മുൻപിൽ നിൽക്കും? എത്ര പേർ പറയും, ഞാൻ ആയിരിക്കുന്നത് കരുണയാലാണ്, ദൈവത്തിന്റെ കരുണയാലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ വിശുദ്ധി നോക്കിയല്ല കർത്താവ് എന്നെ അനുഗ്രഹിച്ചേ, എൻ്റെ ജീവിതത്തിന്റെ ക്വാളിറ്റി നോക്കിയല്ല കർത്താവ് എന്നെ വിടുവിച്ചേ. ഓ, ബൈബിൾ പറയുന്നു, ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമ്മോടുള്ള സ്നേഹത്തെ അവൻ ക്രൂശിൽ പ്രദർശിപ്പിച്ചു. കരങ്ങളൊന്ന് ഉയർത്തി ആ കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മോടുള്ള സ്നേഹത്തെ അവൻ ക്രൂശിൽ പ്രദർശിപ്പിച്ചു. റോമർക്കെഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം അതിന്റെ 14 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇപ്പോഴോ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. കരങ്ങളൊന്ന് നന്നായി അടിച്ച് കർത്താവിനെ ഇന്ന് രാത്രി നാം മഹത്വപ്പെടുത്തി. ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ബാഹ്യ പ്രകടനമല്ല ഇന്ന് രാത്രി കർത്താവ് നോക്കുന്നത്. നിങ്ങൾ എന്നാ വസ്ത്രം ധരിച്ചിരിക്കുന്നു, നിങ്ങളുടെ വസ്ത്രത്തെ നോക്കിയല്ല കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നത്. ഇന്ന് രാത്രി 2 കാര്യങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നു. 1, കർത്താവിന്റെ ആർദ്രമായ സ്നേഹം. 2, അവന്റെ മനസ്സലിവുള്ള കരുണ. ഈ 2 കാര്യങ്ങൾ കൊണ്ട് ഇന്ന് രാത്രി ജീവനോട് ഇവിടെ ഇരിക്കുന്നേ. കരമൊന്ന് ഉയർത്തി ആ കരുണയ്ക്കും ആ സ്നേഹത്തിനുമായിട്ട് വായ്കൾ തുറന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ?
99 ആടുകളെയും മരുഭൂമിയിൽ നിർത്തിയിട്ട് കാണാതെ പോയ ഒന്നിനെ തേടിപ്പോയ കരുണ. യേശു കർത്താവ് പറയുന്നു, 99 മരുഭൂമിയിൽ നിൽക്കുമ്പോൾ കാണാതെ പോയ ഒന്നിനെ അവൻ ചുമലിൽ എടുത്ത് മടങ്ങി വന്നു. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, എല്ലാം തികഞ്ഞു എന്ന് പറയുന്ന 99 എണ്ണം മരുഭൂമിയിൽ നിൽക്കുമ്പോൾ കൂട്ടത്തിലുള്ള ഒന്ന് കൂടുവിട്ട് ഇടയനെ വിട്ട് ഇളം പുല്ലുകൾ തേടി പാപത്തിലും ലോക സ്നേഹത്തിലും അകപ്പെട്ടു പോയി. അവനെ രക്ഷിക്കാൻ ആരുമില്ല, അവനെ വിടുവിപ്പാൻ ആരുമില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവോടെ വിളിച്ചു പറയുന്നു, തള്ളി പറഞ്ഞ പത്രോസിനെയും വിടുവിച്ച കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആമേൻ. നീ പിന്മാറ്റത്തിലാണോ? നീ പാപത്തിൽ വീണ് കിടക്കുന്ന വ്യക്തിയാണോ? നിന്റെ ജീവിതത്തിൽ കുറവുകളുണ്ടോ? മനുഷ്യൻ നിന്നെ കുറ്റപ്പെടുത്തുകയാണോ? നീ ഒരു പാപിയാണെന്ന് ലോകം പറയുകയാണോ? പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്ന് രാത്രി നീ യേശുവിന്റെ അരികിൽ വാ. മനുഷ്യൻ കുറ്റം വിധിച്ചതിനെ നീതീകരിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. കരമൊന്ന് അടിച്ച് ആ കർത്താവിന് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തെ ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ അകത്തെ ഭയം വിട്ടുമാറുന്നത്. 2 കാര്യങ്ങൾ യേശു പറയുന്നു. ഒന്ന്, പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. പറഞ്ഞാട്ടെ, വസിക്കുക. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, വസിക്കുക. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, വസിക്കുക. Abide in my love. എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കുക. വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം താമസിക്കുക എന്നല്ല. പല ക്രിസ്ത്യാനികളും അവൻ്റെ കൂടെ താമസിക്കുന്നവരാണ്. വസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം താമസിക്കാമല്ല. ആമേൻ. ഇന്ന് നിങ്ങൾ വന്നത് നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്നാണ്. നിങ്ങൾ ജോലിക്ക് പോകുന്നു, ഇഷ്ടമുള്ളപ്പോൾ, നിങ്ങളുടെ സൗകര്യങ്ങൾ കഴിയുമ്പോൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ മടങ്ങി വരുന്നു. എന്നാൽ യേശുവിന്റെ കൂടെയുള്ള ജീവിതം താമസിക്കുന്ന ജീവിതമല്ല, വസിക്കുന്ന ജീവിതം അത്രേ. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? എന്താ വസിക്കുക എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഒരു ഓറഞ്ചിന്റെ കൊമ്പ്, ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ഓറഞ്ചിന്റെ കൊമ്പ് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് വരുന്ന വഴിക്ക് റോഡിലൂടെ നടന്നു പോകുന്നു. ചിന്തിക്കുക. നിങ്ങൾ ചോദിക്കുന്നു, എവിടേക്ക് പോവുക? പുള്ളി പറയുക, എൻ്റെ ഒറിജിനൽ മരത്തെ ഇരിക്കാൻ പോവുക. ഓക്കെ, ഫൈൻ. നിങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ആ മരം തിരിച്ച്, അതിന്റെ കൊമ്പ് തിരിച്ച് നടന്നു പോകുന്നു. നിങ്ങൾ ചോദിക്കുക, എവിടെ പോവുക? ഞാൻ വസിച്ചു കഴിഞ്ഞു കേട്ടോ, ഇനി ഞാൻ പോവുക. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു വൃക്ഷത്തിൽ ഒരു കൊമ്പിന് വസിക്കാതെ അതിന് ജീവിക്കാൻ കഴിയുമോ? വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം താമസിക്കുക എന്നല്ല, വല്ലപ്പോഴും കാണുക എന്നല്ല. ഒരു വെള്ളത്തിൽ കിടന്നല്ലാതെ ഒരു മത്സ്യത്തിന് ജീവിക്കാൻ കഴിയത്തില്ല. വെള്ളത്തിൽ വസിച്ചിട്ടല്ലാതെ മത്സ്യം ജീവനോടിരിക്കത്തില്ല. വെള്ളത്തിൽ വസിക്കുന്ന മത്സ്യത്തെ കരയ്ക്കെടുത്താൽ അത് ചത്തുപോകും. അങ്ങനെങ്കിൽ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ യേശുവിനെ കൂടാതെ ഒരു ജീവിതം ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. കരമൊന്ന് അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. യേശുവിനെ കൂടാതെ ഒരു ജീവിതം, യേശുവിനെ കൂടാതെ ഒരു ജീവിതം ചിന്തിക്കാൻ കഴിയത്തില്ല. ഏറ്റെടുക്കുന്ന ദൈവമക്കൾ മാത്രം ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി ആ സ്നേഹത്തിന് നന്ദി പറഞ്ഞാട്ടെ. യേശുവിനെ കൂടാതെ ഒരു ജീവിതം ചിന്തിക്കാൻ കഴിയത്തില്ല. യേശുവില്ലാത്ത ജീവിതം ജീവിതമല്ല. യേശുവില്ലാത്ത സഭ സഭയല്ല. യേശുവില്ലാത്ത പ്രസംഗം പ്രസംഗമല്ല. യേശുവില്ലാത്ത പാട്ട് പാട്ടല്ല. യേശുവില്ലാത്ത ഭാര്യ ഭാര്യയല്ല. യേശുവില്ലാത്ത ഭർത്താവ് ഭർത്താവല്ല. യേശുവില്ലാത്ത കുടുംബം കുടുംബമല്ല. ഇന്ന് രാത്രിയിൽ യേശു പറയുന്നു, എന്നിൽ വസിക്കുവീൻ. കരമൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. എന്നാൽ ഞാൻ നിങ്ങളിൽ വസിക്കും. പ്രിയമുള്ളവരെ, ഈ സ്നേഹം ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ അകത്തുള്ള ചില ഭയങ്ങൾ കർത്താവ് പൊട്ടിക്കാൻ പോവുക. കർത്താവിന്റെ ആത്മാവ് ഒരു വലിയ ഡെലിവറൻസ് ശുശ്രൂഷയ്ക്കായ ഒരു നിയോഗം ഇന്ന് രാത്രി എനിക്ക് തരികയാണ്. ഈ സ്നേഹം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, യേശു നിങ്ങളെ സ്നേഹിച്ച സ്നേഹം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഭയം പുറത്താകും. 1 യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. ഭയം ഒരു പിശാചാണ്. ഭയം ഒരു ബന്ധനമാണ്. ഇന്ന് രാത്രി പലതിനെ കുറിച്ചും ഭയപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞുങ്ങളെ ഓർത്ത്,
കുടുംബത്തെ ഓർത്ത്, എന്തിനേറെ പറയണം ശുശ്രൂഷയിലായിരിക്കുന്നവർ, സഭയെ ഓർത്ത്, ആത്മീയ ശുശ്രൂഷകളെ ഓർത്ത് ഭയപ്പെടുന്നവർ ഇതിന്റെ നടുവിലിരിപ്പുണ്ട്. എന്നാൽ ഒരു സത്യം ഞാൻ പറയാം, യേശു എന്നെ സ്നേഹിക്കുന്നുവെന്നും ഞാൻ യേശുവിൽ വസിക്കുന്നു എന്ന ബോധ്യം എൻ്റെ ഉള്ളിൽ വരുമ്പോൾ യേശു പറഞ്ഞു, എൻ്റെ സന്തോഷം പൂർണ്ണമാകും. കരമൊന്നടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. എനിക്ക് പിന്നെ ദുഃഖിക്കാൻ ഒന്നുമില്ല, എനിക്ക് പിന്നെ ഭാരപ്പെടാൻ ഒന്നുമില്ല. ഓ, എങ്ങും ലജ്ജിച്ചു പോകാതെ എന്നെ മാനിക്കുന്ന ഒരു കർത്താവിനെയാ ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്നേ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയില്ല. ഇന്ന് രാത്രി ഷാർജയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മ പറയുന്നു, ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്നവർ കരമൊന്ന് തട്ടി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ച്, എങ്ങും പരാജയപ്പെടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ്. 1 യോഹന്നാൻ 4:18 യോഹന്നാൻ വ്യക്തമാക്കുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. 2 തീമോഥെയോസ് 1:7 പൗലോസ് പറയുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ഞാൻ നിങ്ങളുടെ മേൽ പകർന്നത്. ചേർന്ന് പറഞ്ഞാട്ടെ, ഭയം. എന്നാ അത് പറയാനൊരു ഭയം? ചേർന്ന് പറഞ്ഞേ, ഭയം. സത്യത്തിൽ ഈ ഭയത്തിനകത്തുന്ന ഭാരം ഉണ്ടാകുന്നേ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയാറില്ലേ, കടഭാരം. 10 ലക്ഷം രൂപ, 5000 ദിർഹംസ്, 25,000 ദിർഹംസ് കട ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഇങ്ങനെയാ, ബ്രദറെ എനിക്ക് ഭയങ്കര കടഭാരമാ, ഒന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ആ കടം വന്നതിനാലുള്ള ഭയത്തിൽ നിന്നാണ് ഭാരം ഉണ്ടായത്. ഇന്ന് രാത്രി ആ ഭാരം അങ്ങ് പോകാമെങ്കിൽ കടവും പോവും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടത്താലുള്ള ഭാരം ഇന്ന് രാത്രി മാറാമെങ്കിൽ നിന്റെ കടവും വിട്ടുപോക്കാൻ കർത്താവ് വിശ്വസ്തനാ. ചേർന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല കർത്താവ് നമ്മുടെ മേൽ പകർന്നേക്കുന്ന, പേടിച്ചു മാറുന്ന ഒരാത്മാവിനെ അല്ല ദൈവം നമ്മുടെ ഉള്ളിൽ തന്നേക്കുന്നേ. ധൈര്യത്തിന്റെ ആത്മാവിനെയാ, ശക്തിയുടെ ആത്മാവിനെയാ, സുബോധത്തിന്റെ ആത്മാവിനെയാ. ഇന്ന് രാത്രി നിനക്ക് എത്ര ലക്ഷം രൂപ കടമുണ്ടെങ്കിലും ഒരു സത്യം നീ തിരിച്ചറിയുക, നിന്റെ കടത്തേക്കാൾ വലിയവനാണ് യേശു. നിന്റെ രോഗത്തെക്കാൾ വലിയവനാണ് യേശു. നിന്റെ ആവശ്യത്തെക്കാൾ വലിയവനാണ് യേശു. നിന്റെ സാഹചര്യത്തെക്കാൾ വലിയവനാണ് യേശു. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളൊന്നടിച്ച് ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്ക്. എത്ര പേർ അതിവിടെ അനുഭവിച്ചിട്ടുണ്ട്? എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ മേൽ എല്ലാ ഭാരങ്ങളെയും എടുത്തു മാറ്റിയ എന്നെ സ്നേഹിക്കുന്ന കർത്താവ്. ഒന്നാമതായിട്ട് അകത്തുനിന്ന് പോകേണ്ടത് ഭയമാ. ഭയം പോകണോ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഭയം മാറണമെന്ന്? വിദേശത്തൊക്കെ വളരുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാപിതാക്കൾക്ക് വലിയ ഭയമാണ്. ഭയപ്പെടുത്താൻ മലയാളികളും കൂട്ടത്തിലുണ്ട്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു സത്യം ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം. വിദേശത്ത് വളരുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴി പിഴച്ചു പോകും, അല്ലെങ്കിൽ വിദേശത്ത് വളരുന്ന കുഞ്ഞുങ്ങൾ ആരും നന്നാകത്തില്ല. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി ഞങ്ങളെ അനുസരിക്കാതെ ഞങ്ങളെ വിട്ടു പോകുമോ എന്നൊക്കെയുള്ള ഭയം ഇന്ന് രാത്രി നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നെങ്കിൽ അത് പിശാച് കൊണ്ടുവന്നതാ. എന്നാൽ ഇന്ന് രാത്രിയിൽ ആ ഭാരത്തെ കർത്താവിന്റെ കയ്യിലേക്കൊന്ന് ഏൽപ്പിക്കാമെങ്കിൽ നിന്റെ തലമുറയെ ഉപയോഗിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാ. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? നിന്റെ തലമുറയെ മാനിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാ. കരങ്ങളൊന്ന് ചേർത്തടിച്ച് വായ്കൾ തുറന്ന് ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്ത് എല്ലാ ഭാരങ്ങളും എല്ലാ ഭയവും ഉള്ളിൽ നിന്ന് മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ചുമ്മാ ഭാരപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. സ്തോത്രം. ചേർന്ന് പറഞ്ഞേ, ഭാരം. അത് പറഞ്ഞപ്പോ തന്നെ എന്നാ ഭാരം. സ്തോത്രം. അടുത്തിരിക്കുന്ന കരം ഒന്ന് പിടിച്ചേ, ആ മുഖത്ത് നോക്കി നല്ലോണം ഒന്ന് ചിരിച്ചേ, നല്ലോണം ഒന്ന് ചിരിച്ചേ. കൈവിടാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. പ്രൈസ് ഗോഡ്. സത്യം പറഞ്ഞ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ വിളിച്ചത് സന്തോഷിക്കാനല്ലേ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ചിലര് ചിരിക്കാൻ കിടന്ന് കഷ്ടപ്പെടുക, വല്ലാതെ ബുദ്ധിമുട്ട്. ഇനി എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്താൽ പോലും അവർ ചിരിക്കത്തില്ലെന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സത്യം പറഞ്ഞ ചിരിക്കാനുള്ള കൃപ ദൈവം മനുഷ്യർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇന്ന് വരെ ഒരു തമാശ കേട്ട് വീട്ടിൽ വളർത്തുന്ന നായ ചിരിച്ചിട്ടില്ല. അവർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഒരു സൂവിലും കിടക്കുന്ന ഒരു മൃഗങ്ങളും ഇതുവരെ നമ്മളെ കണ്ട് ചിരിച്ചിട്ടില്ല. ചിരിക്കാനുള്ള കഴിവ്, ആ വികാരം മനുഷ്യന് മാത്രമേ ദൈവം കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയുള്ളവരൊന്ന് ചിരിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇപ്പൊ ചിരിച്ചു. ആ കെട്ടൊക്കെ ഒന്ന് അഴിഞ്ഞു വരിക.
സ്തോത്രം. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞ പിടിയൊക്കെ, ആ മസിൽ പിടിയൊക്കെ ഒന്ന് വിടാൻ പറഞ്ഞിട്ട്, ആ പിടുത്തമൊക്കെ ഒന്ന് വിടാൻ പറഞ്ഞാട്ടെ, ആ പിടിയൊക്കെ ഒന്ന് വിട്ടൊന്ന് കർത്താവിനെ ഒന്ന് ആരാധിക്കും, ഒന്ന് ഫ്രീ ആയിട്ടിരുന്ന കർത്താവിനെ മഹത്വപ്പെടുത്ത്. പൗലോസ് പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ കർത്താവിന് നിങ്ങളെ കുറിച്ചുള്ള ഇഷ്ടം. നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്ന കാണാനല്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നത്, നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന കാണാനല്ല കർത്താവ് ഇവിടെ വന്നത്. അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും വന്ന സാത്താനെ ഉടച്ചു മാറ്റി, വെട്ടി മാറ്റി നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമാ കർത്താവ് വന്നത്. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ സന്തോഷത്തെ പിശാച് എടുത്തു മാറ്റുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ സന്തോഷിക്കുവാൻ കർത്താവ് ഇടപെടുകയാ. എന്തിനാ സന്തോഷിക്കുന്നേ? എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. എൻ്റെ ആവശ്യങ്ങളെക്കാൾ മതിയായ ദൈവം ഇന്നും ജീവിക്കുന്നു. ഓ, സഭയെ ഓർത്ത് ഭാരപ്പെടേണ്ട ദൈവദാസ, സഭ നമ്മുടെ അല്ല, സഭ കർത്താവിൻ്റെയാ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ഭാരപ്പെടാനില്ലാത്ത, ഭയപ്പെടാനില്ലാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമാ. ചേർന്ന് കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഇങ്ങനൊന്ന് വെച്ചേ, നല്ലോണം വെച്ച് എല്ലാ ഭാരവും ഒന്ന് കുടഞ്ഞു കളഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭാരവും ഇന്ന് രാത്രി അകത്തു നിന്ന് പോട്ടെ. പ്രൈസ് ഗോഡ്. ഓ, കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. അക്കരെ ഒരു നായ നിൽക്കുക, ഇക്കരെ ഞാൻ നിൽക്കുന്നു. എൻ്റെ മുമ്പിലൂടെ വലിയൊരു നദി ഒഴുകുക. ഈ ചെറിയ വേദന വരുമ്പോൾ ക്യാൻസർ ആണോ എന്ന് സംശയിക്കുന്നവരോട് അതൂത്. അക്കരെ ഒരു നാ നിന്ന് കുരയ്ക്കുന്നു, ഞാൻ ഇക്കരെ നിൽക്കുന്നു, എൻ്റെ മുമ്പിലൂടെ വലിയൊരു നദി ഒഴുകുന്നു. ഞാൻ ഇവിടെ നിന്നങ്ങ് ചിന്തിക്കുക, അക്കരെ നിൽക്കുന്ന നായ തുടല് പൊട്ടിച്ചാൽ, എൻ്റെ മുമ്പിലൂടെ ഒഴുകുന്ന നദി പറ്റിയാൽ എനിക്ക് ഉറപ്പാ. ഷാർജയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ജോലി പോക്ക. ചുമ്മാ ചിന്തിക്കുക. പക്ഷെ ഓർത്തോണം, നായ തുടല് പൊട്ടിക്കത്തുമില്ല, നദി വറ്റത്തുമില്ല, നിനക്ക് കടി കൊള്ളത്തുമില്ല, നീ സുരക്ഷിതനായിരിക്കും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവം, ഒരു പിശാചിനും ഒരു ലൂസിഫറിനും നിന്നെ തൊടാൻ കഴിയത്തില്ല. കരമൊന്ന് ഉയർത്തി ഒന്ന് കുടഞ്ഞു കളഞ്ഞേ. എല്ലാ ഭാരവും യേശുവിൻ നാമത്തിൽ, എല്ലാ ഭാരവും ഉള്ളിൽ നിന്ന് മാറിപ്പോകട്ടെ. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ മെലീത്ത എന്ന് പറയുന്ന ദ്വീപിലെത്തി. ബൈബിൾ പറയുന്നു, മെലീത്ത എന്ന ദ്വീപിൽ നല്ല തണുപ്പുള്ള സമയം. എല്ലാവരും വിറകുകൾ പെറുക്കി തീക്കകത്തിട്ട് ആ ചൂടേറ്റുകൊണ്ടിരിക്കുമ്പോൾ പൗലോസും പോയി കുറെ വിറകുകൾ പെറുക്കി. പക്ഷേ തണുപ്പ് പറ്റി വിറകിനകത്തിരുന്ന ഒരു അണലി പൗലോസിന്റെ കയ്യിൽ കടിച്ചു. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, തണുപ്പ് പറ്റിയിരുന്ന ഒരു അണലി പൗലോസിന്റെ കയ്യിൽ കയറി കടിച്ചു. ഇന്ന് രാത്രി തീക്കകത്തേക്ക് വിറകുമായി പൗലോസ് കടന്നു പോകുമ്പോൾ തണുപ്പ് പറ്റിയിരുന്ന അണലിക്ക് പിന്നെ അതിൽ ഇരിക്കാൻ കഴിഞ്ഞു ില്ലെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിലൊന്ന് ചൂടായാൽ വർഷങ്ങൾ പഴക്കമുള്ള ചിലത് ഇന്ന് രാത്രി ഉടഞ്ഞു മാറും. പാരമ്പര്യ ശാപങ്ങൾ ഇന്ന് രാത്രി അഴിയും. കുടുംബത്തിനകത്ത് നിൽക്കുന്ന തകർച്ചയുടെ പരമ്പര ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ പൊട്ടിമാറാം. പ്രൈസ് ഗോഡ്. പൗലോസിന്റെ കയ്യിൽ ഈ അണലി കടിച്ചു. ബർബരന്മാർ അത് കണ്ടിട്ട് നീതിദേവി അവനെ രക്ഷപ്പെടാൻ അനുവദിച്ചില്ല. ഇവനൊരു കുലപാതകൻ തന്നെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആശ്വസിപ്പിക്കുന്നവരെക്കാൾ അധികം കുറ്റപ്പെടുത്തുന്നവരായിരിക്കും കൂടുതൽ. ഇവനൊരു കുലപാതകൻ തന്നെ, സംശയമില്ല. എന്നാൽ ആ സമയത്ത് പൗലോസ് എന്നാ ചെയ്തെന്നറിയാമോ? കരമൊന്ന് ഉയർത്തിയേ, വലത് കരം. അവൻ അതിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. അവൻ അതിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. ഇന്ന് രാത്രി എത്ര വിഷമുള്ളതെങ്കിലും, എത്ര വിഷമമുള്ളതെങ്കിലും ഒരു അഭിഷിക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ അത് ഇത്ര മാത്രമേ ഉള്ളൂ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ അതിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. ഇന്ന് രാത്രി നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്താൻ പിശാച് വ്യക്തികളെ കരങ്ങളിലെടുത്ത്, സാഹചര്യത്തെ കയ്യിലെടുത്ത്, കുടുംബത്തിലുള്ളവരെ കയ്യിലെടുത്ത് നിന്റെ മനസ്സിനെ ഉടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഭാരത്തെ ഇന്ന് രാത്രി ആ തീയിലേക്കൊന്ന് കുടഞ്ഞു കളഞ്ഞേ. കരമൊന്നടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ആ ഭാരത്തെ അഭിഷേകത്തിന്റെ തീയിലേക്ക് ഇന്ന് രാത്രി ഒന്ന് കുടഞ്ഞുകളാ. ഓ, ഹല്ലേലൂയ. പൗലോസിന്റെ കയ്യിൽ അണലി കടിച്ചു തൂങ്ങിയപ്പോൾ അവനിപ്പോൾ വീർത്ത് ചാകും, അവനിപ്പോൾ മരിക്കും എന്ന് നോക്കി അവൻ കാഴ്ചക്കാർ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പരാജയം കാണാൻ, നിങ്ങളുടെ തകർച്ച കാണാൻ, നിങ്ങളുടെ വീഴ്ച കാണാൻ ചിലർ നോക്കി നിൽക്കുമ്പോൾ, നിങ്ങളുടെ സാഹചര്യങ്ങൾ തകർന്ന് മറിയുന്ന കാണാൻ ചിലർ ആഗ്രഹിക്കുമ്പോൾ, അടുത്ത വാക്യത്തിൽ താഴെ എഴുതിയിരിക്കുന്നു, അവന് ഒരു ദോഷവും സംഭവിച്ചില്ല. അവന് ഒരു ദോഷവും സംഭവിച്ചില്ല. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സകല ജനത്തോടും
പരിശുദ്ധ പറയുന്നു, നിനക്കോ നിന്റെ തലമുറയ്ക്കോ നിന്റെ കുടുംബത്തിനോ ഒരു ദോഷവും ഭവിക്കാതെ നിന്നെ പരിപാലിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. കരമൊന്ന് അടിച്ച് വായ്കൾ തുറന്ന് ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം. അവന് ഒരു ദോഷവും സംഭവിച്ചില്ല. ഓ, നിങ്ങൾക്ക് ദോഷം വരുന്ന കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ ബൈബിൾ പറയുന്നു, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം വരുന്നത് ഷാർജയിലെ ബാങ്കിൽ നിന്നല്ല, എനിക്ക് സഹായം വരുന്നത് UAE ഗവൺമെന്റിൽ നിന്നല്ല, എനിക്ക് സഹായം വരുന്നത് ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്നത്രേ. എന്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കത്തില്ല. എന്നെ കാക്കുന്നവൻ മയങ്ങത്തില്ല, ഉറങ്ങത്തില്ല. അടുത്ത വാക്യം പറയുന്നു, യഹോവ ഒരു ദോഷവും തട്ടാതെ വേണം എന്നെ പരിപാലിക്കും. വിശ്വസിക്കുന്നവർ മാത്രം നല്ലൊരു ഹല്ലേലൂയ പറ. ഒരു ദോഷവും തട്ടാതെ, ഓ, നിന്റെ തലമുറകൾക്ക്, നിന്റെ കുടുംബത്തിന്, നിന്റെ ജോലിക്ക്, നിന്റെ സഭയ്ക്ക് ഒരു ദോഷവും തട്ടാതെ പരിപാലിക്കുന്ന ദൈവം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വിഷയത്തിൽ ഇന്ന് രാത്രി നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ ആ ഭാരത്തെ കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കുക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവൻ നിങ്ങളിലുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നവൻ വല്ലപ്പോഴും നിങ്ങളെ കാണാൻ വരുന്നവനല്ല. ഓ മൈ ഗോഡ്, നിങ്ങളെ സ്നേഹിക്കുന്നവൻ എപ്പോഴേലും വന്ന് നോക്കിയിട്ട് പോകുന്നവനല്ല. നിങ്ങളെ സ്നേഹിക്കുന്നവൻ പറയുന്നു, ഞാനോ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ച കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. മനുഷ്യൻ നിന്നെ ഉപേക്ഷിച്ചാലും, വ്യക്തികൾ നിന്നെ ഉപേക്ഷിച്ചാലും, സാഹചര്യങ്ങൾ നിന്നെ ഉപേക്ഷിച്ചാലും യേശു നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ശത്രുവായിരുന്ന എന്നെ മിത്രമാക്കിയ സ്നേഹം, ദാസനായിരുന്ന എന്നെ മകനാക്കിയ സ്നേഹം, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതെ പ്രിയപ്പെട്ടവരെ, ദാസനായിരുന്ന എന്നെ മകനാക്കിയ സ്നേഹം. വായിക്കാം. എഫെസ്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായി പൗലോസ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുവാൻ അറിയിക്കുന്നു. എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 4 to 6. എഫെസ്യർ 1-ന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്, അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. ഒന്നാമതായി ശ്രദ്ധിക്കുക, ലോകസ്ഥാപനത്തിന് മുൻപേ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ, ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുൻപേ കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തു. ഓക്കെ, മലയാളികളായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകും. ഒരു MP-യോ ഒരു MLA-യോ തെരഞ്ഞെടുക്കുമ്പോൾ മനസ്സിലാക്കുക, എല്ലാവരും MP ആകുന്നില്ല, എല്ലാവരും MLA ആകുന്നില്ല. ലക്ഷങ്ങളുടെ നടുവിൽ നിന്ന് ഒരുവനെ എടുക്കുന്നതാ തെരഞ്ഞെടുപ്പ്. എത്ര പേർക്ക് മനസ്സിലായി? 10,000ങ്ങളുടെ ഇടയിൽ നിന്നും ഒരുവനെ എടുക്കുന്നതാ തെരഞ്ഞെടുപ്പ്. അങ്ങനെങ്കിൽ കർത്താവ് പുത്രനായ യേശുവിലൂടെ നമ്മെ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ, അവൻ ലക്ഷങ്ങളുടെ നടുവിൽ നിന്നും, കുടുംബത്തിൽ 1000 നടുവിൽ നിന്നും തിരുഹിത പ്രകാരം കർത്താവ് എന്നെ തെരഞ്ഞെടുത്തു. ആ സ്നേഹത്തിനൊന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? എത്ര വലിയ സ്നേഹമാ കർത്താവ് നമ്മളോട് കാണിച്ചത്. അവൻ യേശു എന്നെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അടുത്ത വാക്യം, തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം, തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം എന്നെ ദത്തെടുത്തു. അഡോപ്ഷൻ ഓഫ് ഗ്രേസ്, കൃപയാൽ ഉള്ള ദത്തെടുപ്പ്. ചേർന്ന് പറഞ്ഞേ, കർത്താവ് എന്നെ ദത്തെടുത്തു. ആ വാക്കിന് നിങ്ങൾ അടിവരയിടുക, അവൻ എന്നെ ദത്തെടുത്തു. പ്രൈസ് ഗോഡ്. എന്നാ ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ? ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുമ്പ് സ്വന്തം അല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ സ്വന്തം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരു കുടുംബത്തിന്, ഒരു ഭാര്യ ഭർത്താവ് വിവാഹത്തിന് ശേഷം വർഷങ്ങളായിട്ടും തലമുറകളില്ലാതെ ഭാരപ്പെടുമ്പോൾ, ദീർഘവർഷങ്ങൾ കഴിയുമ്പോൾ
അവരുടെ സ്വത്തുകൾ സൂക്ഷിക്കാൻ, അവരുടെ സ്വത്തുക്കളും അവരുടെ നന്മകളും കൈവശമാക്കാൻ, അത് കൊണ്ടുപോകാൻ അവർ പോയി ദത്തെടുക്കാറുണ്ട്. സ്തോത്രം. എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിച്ച് കേൾക്കുക. തിരുഹിതപ്രകാരം പിതാവായ ദൈവം ക്രിസ്തു യേശുവിൽ എന്നെയും നിങ്ങളെയും ദത്തെടുത്തു. ചിന്തിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായ, ഏറ്റവും വലിയ സമ്പന്നനായ ഒരു വ്യക്തി ഞാൻ എടുക്കാം. റിലയൻസ് ഗ്രൂപ്പിന്റെ ഓണർ അംബാനി എന്ന് പറയുന്ന മനുഷ്യന് കുഞ്ഞുങ്ങളില്ല എന്ന് ചിന്തിക്കുക. അദ്ദേഹം ഒരു ഓർഫണേജ് വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ ഒരു ചിന്തയാണ് ഞാൻ ഈ പറയുന്നത്. ആ ഓർഫണേജിൽ ഒരു ബിസ്ക്കറ്റ് പോലും മേടിച്ചു കൊടുക്കാൻ നിവർത്തിയില്ലാതെ, ഒരു കവർ പാല് പോലും വാങ്ങാൻ നിവർത്തിയില്ലാതെ ഒരു കുഞ്ഞിനെ മാതാപിതാക്കൾ അവിടെ കൊണ്ടിട്ടിരുന്നു. അവനെ ഇപ്പൊ നോക്കാൻ ആരുമില്ല. അവനൊരു ബിസ്ക്കറ്റ് മേടിക്കാൻ പൈസയില്ല, ഒരു കവർ പാല് വാങ്ങാൻ കാശില്ല. പക്ഷേ ഈ ധനാട്യനായ മനുഷ്യൻ ആ ഓർഫണേജ് വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഈ കുഞ്ഞിനെ ദത്തെടുക്കണമെങ്കിൽ ദത്തെടുക്കുന്നതിന് മുൻപ് ഒരു കാര്യം സംഭവിക്കണം: ഇഷ്ടപ്പെടണം. എത്ര പേർക്ക് മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. ദത്തെടുക്കണമെങ്കിൽ നിനക്ക് മനസ്സിൽ പിടിക്കണം. ദത്തെടുക്കണമെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടണം. അങ്ങനെങ്കിൽ പുത്രനായ ക്രിസ്തുവിലൂടെ പിതാവ് എന്നെ ദത്തെടുത്തത് ആർക്കും എന്നെ ഇഷ്ടമല്ലേലും അവൻ എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാ. ഓ, കരമൊന്നടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? അവൻ എന്നെ ഇഷ്ടമായത് കൊണ്ടാ. ഇന്ന് രാത്രിയിൽ അവൻ എന്നെ സ്നേഹിച്ചത് കൊണ്ടാ അവൻ എന്നെ ദത്തെടുത്ത്. ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. നോക്ക, ഒരു പാല് മേടിക്കാൻ, ഒരു ബിസ്ക്കറ്റ് മേടിക്കാൻ നിവൃത്തിയില്ലാതെ ഓർഫണേജിലിട്ട കുഞ്ഞിനെ ഈ ധനാട്യനായ മനുഷ്യൻ ദത്തെടുത്തു കഴിഞ്ഞാൽ ആരാണോ ദത്തെടുക്കുന്നത് പിന്നെ അവന്റെ സ്റ്റാൻഡേർഡിലാണ് ഇവൻ ജീവിക്കുന്നത്. ഇവൻ ഇനി ഒരു ബിസ്ക്കറ്റ് വേണോന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി മേടിച്ചു കൊടുക്കും. എത്ര പേർക്ക് മനസ്സിലാന്ന് എനിക്കറിയത്തില്ല. ഇവൻ ഇനി ഒരു കാൽബറൈസ് വേണോന്ന് പറഞ്ഞാൽ പുള്ളി ഒരു കാൽബറൈസിന്റെ ഫാക്ടറി മേടിച്ചു കൊടുക്കും. കാരണം ദത്തെടുത്തവന്റെ ആസ്തി അനുസരിച്ച അനുഗ്രഹം. ഓ, കരവൊന്ന് അടിച്ച് ഇന്ന് രാത്രി കർത്താവിനൊന്ന് സ്തുതിച്ചേ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവായ ദൈവം എത്ര വലിയ സ്നേഹമാ നമ്മളോട് കാണിച്ചത്. ഇന്ന് രാത്രിയിൽ ഞാനും നിങ്ങളും ദൈവ മക്കളായിരിക്കുമ്പോൾ ഒരു ലൂസിഫറിനും ഒരു പിശാചിനും നിന്നെ തൊടാൻ കഴിയത്തില്ല. കാരണം ഇന്ന് രാത്രിയിൽ എനിക്കൊരു ഉടമസ്ഥനുണ്ട്. ഹല്ലേലൂയ! എനിക്കൊരു ഉടമസ്ഥനുണ്ട്. എന്നെ ദത്തെടുത്തവൻ സമ്പന്നനത്രേ. ഓ, അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, മക്കൾ ജീവിക്കുന്നത് അപ്പന്റെ സ്റ്റാൻഡേർഡിലായിരിക്കണം. മക്കൾ ജീവിക്കുന്നത് അപ്പന്റെ സ്റ്റാൻഡേർഡിലായിരിക്കും. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. മക്കൾ ജീവിക്കുന്നത് അപ്പന്റെ സ്റ്റാൻഡേർഡിലായിരിക്കണം. അതുകൊണ്ട് വലിയ വലിയ കുടുംബത്തിലുള്ള, വലിയ പണമുള്ള, വലിയ പ്രതാപമുള്ള, എല്ലാവരും അറിയപ്പെടുന്ന ഉന്നതന്മാരായ പിതാക്കന്മാർ പറയുന്നത്, മോനെ നീ അപ്പന്റെ വില കളയല്ലേ എന്ന് പറയുന്നത്. ആമേൻ. ജീവിക്കുവാണെങ്കിൽ അപ്പന്റെ സ്റ്റാൻഡേർഡ് ജീവിക്കണം. എന്താ അപ്പന്റെ സ്റ്റാൻഡേർഡ്? അവൻ ഒന്നിനെയും ഭയപ്പെട്ടവനല്ല. അവനൊരു കാറ്റിനെയും ഭയപ്പെട്ടവനല്ല. അവനൊരു തിരയും ഭയപ്പെട്ടവനല്ല. മരണത്തിന് പോലും അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാത്രിയിൽ കരമൊന്നടിച്ച ദൈവത്തെ സ്തുതിച്ചേ. ഒരു ശക്തികൾക്കും അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. ഓ, ഇന്ന് രാത്രി ഞാൻ അവന്റെ മകനാ. ഇന്ന് രാത്രി ഞാൻ അവന്റെ മകളാ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അവൻ ക്യാൻസർ നിന്റെ ശരീരത്തിലുണ്ടോ? ആർത്രൈറ്റിസ് നിന്റെ ശരീരത്തിലുണ്ടോ? നിന്റെ കണ്ണുകളെ പിശാച് വേട്ടയാടുന്നുണ്ടോ? നിന്റെ കാൽമുട്ടുകൾ തേയ്മാനത്താൽ ഭാരപ്പെടുന്നുണ്ടോ? രോഗത്താൽ ഇന്ന് രാത്രിയിൽ നീ ഭാരപ്പെടുന്നുണ്ടോ? പരിശുദ്ധൻ വിളിച്ചു പറയുന്നു, നീ അവന്റെ മകനാ, നീ അവന്റെ മകളാ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അടിപ്പിണരാൽ ഇന്ന് രാത്രിയിൽ നീ സൗഖ്യം പ്രാപിക്കുകയാ. ഓ, പ്രിയപ്പെട്ടവരെ, എന്റെ പിതാവിന്റെ അടുക്കൽ ഏതെങ്കിലും രോഗികൾ വന്നിട്ടുണ്ടെങ്കിൽ അവൻ സൗഖ്യമാക്കിയിട്ടുണ്ട്. കാറ്റിനും തിരക്കും അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഒന്നും ഭയപ്പെടാനില്ലാത്ത ജീവിതമാ ക്രിസ്തീയ ജീവിതം. എത്ര പേർ ഹല്ലേലൂയ പറയാനുണ്ട്? ഒരു മനുഷ്യൻ രോഗത്തെ അല്ല ഭയപ്പെടുന്നത്, ഒരു മനുഷ്യൻ മരണത്തെയാണ് ഭയപ്പെടുന്നത്. ഒരു പനി വരുമ്പോൾ ആരും പറയല്ല, അയ്യോ എനിക്ക് പനിയാ, എനിക്ക് പനിയാ എന്ന് പറയാറില്ല. എന്നാൽ ക്യാൻസർ വരുമ്പോൾ, വലിയ മാരകമായ രോഗങ്ങൾ വരുമ്പോൾ പറയാം, അയ്യോ എനിക്ക് ഇന്ന രോഗമാ. കാരണം രോഗത്തെ അല്ല മനുഷ്യൻ ഭയപ്പെടുന്ന, മരണത്തെ അത്രേ. ആ രോഗത്താൽ മരിക്കുമോ എന്നുള്ള ഭയം, ആ രോഗത്താൽ തകരുമോ എന്നുള്ള ഭയം. എന്നാൽ ഒരു ദൈവ പൈതലിന് ഇന്ന് രാത്രി മരണത്തെ ഭയപ്പെടാനില്ല. അവൻ വിളിച്ചു പറയും, ഏ മരണമേ നിന്റെ ജയം എവിടെ? ഏ മരണമേ നിന്റെ വിഷമുള്ളവിടെ? കാരണം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനെ അത്രേ ഇന്ന് രാത്രിയിൽ ഞാൻ സേവിക്കുന്നത്.
ഓ ഹല്ലേലൂയ. നിങ്ങൾക്ക് അസാധ്യമായതൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ കർത്താവിന്റെ മക്കളാ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കുക. ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ സ്നേഹത്തിൽ വസിക്കുക. സ്വർഗത്തിലെ പിതാവ് സമ്പന്നനായിരിക്കുമ്പോൾ അവന്റെ മക്കളും സമ്പന്നരത്രേ. ഇന്ന് രാത്രി എത്ര പ്രതികൂലങ്ങൾ വന്നാലും എത്ര വെല്ലുവിളികൾ വന്നാലും നീ പരാജയപ്പെടാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. അത് അനുഭവിച്ചവർ ഇതിന് മധ്യേ ഉണ്ട്. അവർ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇവിടെ തകരുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത്, ഇവിടെ ഉടയുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് അത്ഭുതത്തിന്റെ വഴികൾ തുറന്ന് അവൻ എന്നെ മാനിച്ചവനത്രേ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. റേം കോലമേ ശേന്തര റവേസിയാന. ഇന്ന് രാത്രി നിങ്ങൾ എത്ര വലിയ രോഗത്താൽ ഭാരപ്പെടുന്നതിലും യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുന്നു. എല്ലാ ഭയവും അകത്തുനിന്ന് മാറട്ടെ. എല്ലാ ഭയവും അകത്തുനിന്ന് മാറട്ടെ. എല്ലാ ഭാരവും മാറട്ടെ. എന്തിനാ ഞാൻ ഭയപ്പെടാതിരിക്കുന്നത്? യേശു എന്നെ സ്നേഹിക്കുന്നു. യേശു എന്നെ സ്നേഹിക്കുന്നു. കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയ ഒരു ദൈവത്തെ അല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. മരിച്ചടക്കപ്പെട്ട് റീത്ത് വെച്ച് കിടക്കുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ് ഇന്ന് രാത്രിയിലും ജീവിക്കുന്ന സർവശക്തനെയാ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ഓ, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചാട്ടെ. യേശുവേ എന്ന് വിളിച്ചാട്ടെ. വായ്കൾ തുറന്ന് യേശുവേ എന്ന് വിളിച്ചാട്ടെ. ശബ്ദം ഉയർത്തി യേശുവേ എന്ന് വിളിച്ചാട്ടെ. ആ നാമം വിളിക്കുമ്പോൾ തന്നെ അത്ഭുത ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുക. താങ്ക് യു ഫാദർ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ക്യാൻസർ പേഷ്യൻസ് ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയാട്ടെ. എനി ക്യാൻസർ പേഷ്യൻസ് ഹിയർ, പ്ലീസ് സ്റ്റാൻഡ് ഇൻ യുവർ പ്ലേസ്. രോഗത്താൽ ഭാരപ്പെടുന്നവർ കരങ്ങളൊന്ന് ഉയർത്തിയാട്ടെ. ജോയിൻസ് പെയിനോ ആർത്രൈറ്റീസോ, അസ്ഥികൾക്കകത്ത് വേദനയോ, നട്ടലിന്റെ കണ്ണികൾ അകന്നതോ, തലമുറകളില്ലാത്തവരോ, കുടുംബജീവിതം തകർന്നവരെ യേശുവേ ഇന്ന് രാത്രിയിൽ അങ്ങനെ സ്പർശിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തിയാട്ടെ. പ്ലീസ് സ്റ്റാൻഡ് ഇൻ യുവർ പ്ലേസ്. അവർ ഒന്ന് എഴുന്നേറ്റാട്ടെ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മതം ചോദിക്കുന്നില്ല, നിങ്ങളുടെ സാഹചര്യം ചോദിക്കുന്നില്ല. പക്ഷേ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആ സ്നേഹത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ അകത്തിരിക്കുന്ന ക്യാൻസറിന്റെ ട്യൂമറുകൾ ഇന്ന് രാത്രി തീക്കകത്ത് മെഴുകു വീഴുമ്പോൾ ഉരുകി പോന്നത് പോലെ അത് ഉരുകി മാറും. എല്ലാവരും എഴുന്നേറ്റ